KSRTC ബസ് അശ്രദ്ധമായി ഓവർടേക്ക് ചെയ്യുമ്പോൾ ബൈക്കിടിച്ച് മരിച്ച 29 വയസ്സുള്ള വർഗീസിന്റെ മൃതദേഹവുമായി വിഴിഞ്ഞം ഡിപ്പോയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഞങ്ങൾക്ക് നീതി വേണം, നീതി വേണം. ഇന്നലെ ഉച്ചയ്ക്ക് മുക്കോലയ്ക്ക് സമീപമായിരുന്നു KSRTC ബസ് ബൈക്കിലിടിച്ച് വർഗീസ് മരണപ്പെട്ടത്. KSRTC ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിങ്ങിലൂടെയാണ് ഒരു ജീവൻ പൊലിഞ്ഞത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി വിഴിഞ്ഞം KSRTC ഡിപ്പോയിൽ മൃതദേഹവുമായി നാട്ടുകാർ ഉപരോധിക്കുന്നു. മുൻപും നിരവധി അപകടങ്ങളാണ് KSRTC ബസ്സിടിച്ച് ഇവിടെ നടന്നിട്ടുള്ളത്. പലപ്പോഴും KSRTC ബസ്സിൻ്റെ അലക്ഷ്യമായ ഡ്രൈവിങ്ങിലൂടെയാണ് നിരവധി ചെറുതും വലുതുമായ അപകടങ്ങൾ ഈ പ്രദേശത്തും സമീപ പ്രദേശത്തും നടന്നിട്ടുള്ളത്. ഈ KSRTC ഡ്രൈവർമാർ ചെയ്തു കൂട്ടി ആർക്ക് വേണ്ടി? ഇത് നമുക്ക് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടിയല്ലേ ഇവിടെ സംവിധാനങ്ങളുള്ളത്. എന്താണ് ഞങ്ങളെ കൊന്നു തള്ളുന്നത്? ഇനി ഞങ്ങൾക്ക് വേണ്ടത് നീതി മാത്രമാണ്. ഇനി ഒരു ജീവനോടെ പൊലിയാൻ പാടില്ല. ഈ കുഞ്ഞനുജനാണ് ആ വീട്ടിന്റെ എല്ലാ കാര്യവും നോക്കി നിന്നത്. ഈ അഭിവാദനായ ഈ കുഞ്ഞനുജൻ ആ കുടുംബത്തിന്റെ എല്ലാ ചുമതലയും നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്നവന്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കി. ആ കുടുംബത്തിന് ആരിന് കണ്ണീർ? ആ കണ്ണീർ ആര് തുടയ്ക്കും? ഇതിന് നമുക്ക് വേണ്ടത് ആ കുടുംബത്തിന് നീതിപൂർവമായ ഇടപെടല് ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറും ഈ KSRTC അധികാരികളും ഈ കുഞ്ഞനുജന്റെ കുടുംബത്തിന് തന്നേ പറ്റൂ. കാരണം ഇത് ഒന്നല്ല, ഇത് ഒരുപാടായിട്ടുണ്ട്. ഇനി ഞങ്ങൾ എവിടെ പോകണം? ചാകണോ? ഞങ്ങൾ ചാകണോ? പറയണം അധികാരികളെ. ഇനിയും ഇത്തരത്തിൽ ഒരു ജീവൻ പോലും അലക്ഷ്യമായ ഡ്രൈവിങ്ങിലൂടെ പൊലിയാൻ പാടില്ലെന്ന പ്രതിഷേധവുമായിട്ടാണ് നാട്ടുകാർ KSRTC ഡിപ്പോ ഉപരോധിക്കുന്നത്.